ഹലോ ഫ്രണ്ട്സ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ പൾസർ കാണുമ്പോൾ ഒരു ചിന്തയുണ്ടാവുക, ഇതെന്താ ഈ വണ്ടിയുടെ ഇതൊക്കെ കാണിക്കണമെന്ന്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 2013 ഈ പൾസർ വാങ്ങിയത്. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര ആഗ്രഹം, എല്ലാവരും ബുള്ളറ്റ് കൊണ്ട് കാശ്മീർ പോകുന്നത് കാണുമ്പോൾ എനിക്കൊന്ന് എൻ്റെ പൾസർ കൊണ്ട് എനിക്ക് കാശ്മീർ ഒന്ന് പോകണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തിന് മുകളിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല, വേറെ വണ്ടി ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ എന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ എടുത്തൊന്ന് കഴുകി കുട്ടപ്പനാക്കി ഒന്ന് സർവീസൊക്കെ ചെയ്തിട്ട് ഒന്ന് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പൾസർ കൊണ്ട് പോയവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ പൾസറിൻ്റെ കണ്ടീഷൻ. ഏകദേശം 2 വർഷം ഉപയോഗിക്കാതെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനിയൊക്കെ ഒന്ന് എടുത്തൊന്ന് കഴുകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട ആരും. പൾസർ കൊണ്ട് 150 ആണിത്. അപ്പോൾ കാശ്മീരൊക്കെ പോയവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൾസർ കൊണ്ട് പോയവരുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരും, എന്തൊക്കെയാണ് ഈ പൾസറിൽ ശ്രദ്ധിക്കാനുള്ളത്. എല്ലാവരും പറഞ്ഞുകൊണ്ട് പൾസർ കൊണ്ട് പോകണ്ട, അത് റിസ്ക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ചെയിൻസ് പോക്കറ്റൊക്കെ പെട്ടെന്ന് പോകും, പിന്നെ കൂടുതൽ ദൂരം ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം എന്നാലും എനിക്ക് എൻ്റെ സ്വന്തം വണ്ടി കൊണ്ട് എനിക്കൊന്ന് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴുകാം എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് മാറ്റിയിട്ടേ തേനീച്ചക്കൂടും കുളവിക്കൂടും ഒക്കെ പിടിച്ച് അങ്ങനെ മൊത്തത്തിൽ അഴുക്കായിട്ടിരിക്കുക. 2 വർഷം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഈ കോലമായിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഷെഡിൽ നിന്ന് ഇറക്കിയിട്ടൊന്ന് കഴുകാൻ കൊണ്ട് നിർത്തിയേക്കാം, അതായിരിക്കും നല്ലത്. ഇതാണ് നമ്മുടെ വണ്ടി. ഉണ്ടോ, മൊത്തം പൊടി പിടിച്ച് കിടക്കുക, ആകെ കോല ഉന്നമായിട്ട് കിടക്കുക. ടയറൊക്കെ മോശമാണ് കേട്ടോ, മൊത്തം ടയറൊക്കെ പൊരിക്കുക. ചൈനീസ് പോക്കറ്റ് എങ്ങനെയാണ് കണ്ടീഷൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനത് കഴുകി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി സർവീസ് ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് കുറച്ച് നാൾ ഒരാഴ്ച ഇവിടെ ഓടിച്ചിട്ട് കൊണ്ടുപോകാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്നും നോക്കിയില്ല. ഒരു 2 മാസം മുമ്പ് സ്റ്റാർട്ടായപ്പോൾ ഒന്ന് സ്റ്റാർട്ടായിരുന്നു, എന്നിട്ട് ഓഫായിപ്പോയി. അപ്പോൾ ബാറ്ററി ഇറങ്ങി പോയതാണെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കഴുകാം. അപ്പോൾ കൊണ്ട് അങ്ങനെ മൊത്തമായിട്ട് കയറ്റിയുണ്ട്, പൈപ്പിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നിങ്ങളത് കാണിച്ചു തന്നാൽ ഇതാണ് കോലം വണ്ടിയുടെ. അല്ലേ, ആകെ അവിടെ ഇവിടെ കുറഞ്ഞ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ടാണ്. നമ്മുടെ മക്കൾ അതേപോലെയാണ് അമ്മമാർ. എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഒരു വാട്ടർ പമ്പ് എടുത്ത് കൊണ്ടൊന്ന് കഴുകാനുള്ളത് ഒക്കെ എടുത്ത് കൊണ്ട് സെറ്റാക്കി എന്നിട്ട് കഴുകാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറയും. പിന്നെ സ്ഥിരമായിട്ട് പൾസറില്ലാതെ യൂസ് ചെയ്യുന്നവർ ആരും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞു തന്നെയായിരിക്കും എന്താണെന്ന്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ കഴിച്ചിരിക്കുന്നു. ഏകദേശം ഒരു 15 ദിവസം 20 ദിവസത്തിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാശ്മീരൊക്കെ നൈറ്റ് ഡ്രൈവ് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പകൽ മാത്രം ഡ്രൈവ് ചെയ്ത് നമുക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. പൊടി മാത്രമേ ഉണ്ടോ, വലിയ കാര്യമായിട്ട് അഴുക്കുന്നില്ല. പൊടി പിടിച്ചിട്ടേ മൊത്തം പൊടി, കുളവിക്കൂട് എല്ലാം. പിന്നെ എൻ്റെ മക്കളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കല്ലൊക്കെ കയറ്റി വെച്ചിരിക്കും ഉമ്മ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേരിൽ വാങ്ങിയ വണ്ടിയാണ്, ഇപ്പോൾ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് കളയാനൊരു മനസ്സുമില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ഇരുത്തിയത് ഞാൻ.
ഇനി ഇതെടുത്ത് ഉപയോഗിച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ആ വണ്ടിയായിട്ട് ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വണ്ടി യൂസ് ചെയ്യില്ല. അതാണ് എൻ്റെ ഇത്. വണ്ടിപ്രാന്ത് കൂടുതലുള്ള ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും വണ്ടിപ്രാന്ത് കൂടുതലുള്ള ആളാണ് ഇത്രയും കാലം പൊടി പിടിച്ച് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. സമയം കിട്ടായിരുന്നു ഞാനൊക്കെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നത്. പണി ഇതൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കി കഴുകി നീറ്റാക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയൊന്ന് എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഞാൻ അവിടെ തള്ളിയാണ് കൊണ്ടുവന്ന് കയറ്റി നിർത്തിയത്. സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ കണ്ടാൽ മതി, കണ്ട വൃത്തിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ? ആയിട്ടുണ്ട്. അതെന്നെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ ചടുക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഫസ്റ്റ് മേടിച്ച സമയത്ത് ഇത് വീണായിരുന്നു, അതിൻ്റെയാണ്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടായില്ല മച്ചാന്മാരെ.